ഇതെന്തിനാ പറ്റുക? എന്ത് കറിക്കാ പറ്റുക? ഇത് നമ്മൾ വെള്ളരിക്ക, കുമ്പളങ്ങ ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. കർമൂസയൊക്കെ ഉപയോഗിക്കുന്നതിന് വരെ ഇത് ഉപ്പേരി വയ്ക്കാം, മമ്പയറിട്ട് ഉപ്പേരി വയ്ക്കാം, അല്ലാണ്ട് ക്യാരറ്റ് ഇട്ടിട്ട് ഉപ്പേരി വയ്ക്കും. പിന്നെ പച്ചടി അങ്ങനെയുള്ളത് ഉണ്ടാക്കാം. പിന്നെ മോര് കറിയിൽ നമ്മൾ കുമ്പളങ്ങ ഇടുന്നതിന് പകരം ഇത് ഉപയോഗിക്കാം. അങ്ങനെ എല്ലാ കറികളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വയനാട്ടുകാർ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അവർ പറയുന്നത് ഇത് വാദം പിടിക്കും എന്ന് അവരുപയോഗിക്കുന്നു. പക്ഷെ കർണാടകക്കാർ ഇപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ വരുന്നവർ വരെ ഇവർ ചാക്ക് കണക്കിന് ഈ സാധനം കൊണ്ടുപോകും. അവരാരും ഇത് പറയുന്നില്ല. വയനാട്ടുകാർക്ക് ഇതെന്തോ ഒരു പേടി പോലെ. വലിയ കടകളിലും നാട്ടുപ്രദേശങ്ങളിലെല്ലാം ഇത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവർ കടകളിൽ കണ്ടാൽ തന്നെ എല്ലാവരും വാങ്ങി കഴിക്കുന്നുണ്ട്. വയനാട്ടുകാർ ഇത് ആദ്യമേ കണ്ടും അടുത്തത് കൊണ്ടായിരിക്കും കഴിക്കുന്നില്ല. കാരണം വയനാട്ടിൽ ഒരു കടയിലും ഈ സാധനം പോയില്ല. പക്ഷെ ഇതിപ്പോ ഞാൻ നോക്കിയപ്പോ വലിയ മറ്റു രാജ്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇത് ഭയങ്കര ഡിമാൻഡുള്ള സാധനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതെ അതെ, ഒത്തിരി പേര് ഇപ്പൊ വിദേശത്തേക്കൊക്കെ ഇത് പോയി വിദേശത്ത് നിന്ന് ആര് വന്നാലും പറയും ഇത് അവിടെ എന്ത് വിലയാന്ന് പറയും. അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ ഒരു കൗതുകത്തിന് തുടങ്ങി ഇപ്പൊ ഇവിടെ നിന്നാണ് കയറാൻ നേരമില്ല. ഇല്ല, ഇപ്പൊ ഞങ്ങള് ഫുൾ ടൈം കൃഷി തന്നെ. രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും മൂത്ത മാവൻ വരും. അവൻ ഒരാൾ പണിക്കാരെ ദൂരെ നിന്ന് വരുന്ന ഒരു പണിക്കാർ വരെയുണ്ട്. അവര് വണ്ടിക്ക് പോയി കൊണ്ടുവരും. എത്ര പണിക്കാരുണ്ട് ഇപ്പൊ 30 പണിക്കാർ നമ്മുടെ മലയാളികൾ. പിന്നെ ഹിന്ദിക്കാർ അവർ വന്നും പോയി കൊണ്ടിരിക്കും. ഒരു കൂട്ടർ വരുമ്പോഴത്തേക്കും അവർക്ക് അവർ നാട്ടിൽ പോകാതെ പറഞ്ഞു അടുത്ത ട്രിപ്പ് ഒരു 19 ആളെ സ്ഥിരമുണ്ട്. അല്ല, വണ്ടി ഇതിനായിട്ട് വണ്ടി ഓടുന്നുണ്ട്. ഇന്നിപ്പോ ഒരു മൈസൂർ, പിന്നെ ബാംഗ്ലൂര്, ഒരു മേട്ടുപ്പാളയം, അങ്ങനെ 3 ലോഡ് കയറുന്നുണ്ട്. അപ്പം ആ 3 വണ്ടിക്കാർക്കും പണിയാണ്. പിന്നെ നമുക്കിപ്പോൾ സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, ഒരു ദോസ്തുണ്ട്, പിക്കപ്പ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് പുറമേനും വണ്ടി വിളിക്കണം കൈ കയറ്റി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയ മോന് ഇതിൽ തന്നെ ബിസിനസ്, അവന് വാഴക്കൊല കച്ചവടമുണ്ട്, ഇതിൻ്റെ കച്ചവടം. ഈ 2 കാര്യങ്ങളുമായിട്ട് തിരക്കായി. ഇപ്പൊ വെറുതെ ഇരുന്നായിരുന്നു ചൗച്ച് കാരണം തിരക്കായി. വെറുതെ ഇരിക്കലില്ല. വെറുതെ ഇരിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. വെറുതെ ഇരിക്കൽ ആദ്യമേ ഇല്ല. ഞാനും പപ്പയും നിരന്തരം കൃഷി തന്നെയായിരുന്നു. പപ്പയ്ക്ക് ആദ്യം എന്നെ കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് കച്ചവടമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുൾ ടൈം കൃഷിയിലേക്ക് ഞങ്ങൾ 2 പേരും പറമ്പിലായിരുന്നു. മക്കളും അത് തന്നെയാണ് കണ്ടുപഠിച്ചിരിക്കുന്നത്. 33 കൊല്ലമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഈ മണ്ണിലുണ്ട് അല്ലേ?